ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ നമ്മുടെ PYQ സീരീസിലെ ആദ്യത്തെ ഒരു ചോദ്യമാണ്. അതായത് പ്രിലിംസിൻ്റെ ലെവലിൽ 10th പ്രിലിംസ് എഴുതാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കും. 10th പ്രിലിംസിൻ്റെയും LGS ലെവലും അത് കഴിഞ്ഞ് 12th ലെവൽ അങ്ങനെ ഡിഗ്രി ലെവലൊക്കെ നമ്മൾ നോക്കിയിട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 10th പ്രിലിംസിൻ്റെ ഒരു ചോദ്യ പേപ്പറാണ്. ഖാദി ബോർഡിനൊക്കെ ചോദിച്ച രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൽ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട, ഇനി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയും. അത് പിന്നീട് നിങ്ങൾ വീണ്ടും പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ആരാണ് ISROയുടെ ചെയർമാൻ എന്ന് ചെറിയ രീതിയിൽ മാറ്റിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് നമുക്ക് ഡോക്ടർ എസ് സ്വാമിനാഥാണ്. എസ് സോമനാഥാണ് എന്ന് മനസ്സിലാക്കുക. സോമനാഥ്. ഇതൊക്കെ നമ്മുടെ ജി മാധവൻ നായരും ശിവനും മുൻ ചെയർമാനാണ്. ഇദ്ദേഹം നമ്മുടെ ഇതിൻ്റെ ചന്ദ്രയാൻ്റെ ഒക്കെ ആ ഒരു പ്രൊജക്ട് ഡയറക്ടർ ആ സമയത്ത്, ചന്ദ്രയാനാണ് ഏതിൻ്റെയാണെന്ന് അറിയില്ല, അതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. അതങ്ങനെ സോമനാഥിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കണം. അതുമാത്രമല്ല ISROവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ISRO ചെയർമാൻ തന്നെയാണ് കൂടുതലും ചോദിച്ച് കാണുന്നത്. അതുപോലെ മലയാളിയായ ചെയർമാൻമാർ എത്ര എണ്ണം എന്നെല്ലാം ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അതുപോലെ ISROയുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളും പ്രോഗ്രാംസും ഒക്കെ ഉണ്ട്, അതും പഠിച്ചു വെക്കണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? അത് ലീലാ തിലകമാണ്. ഏതാണ്? ലീലാ തിലകം. ഇത് വല്ലപ്പോഴും 1-2 ചോദ്യങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു എന്നല്ലാതെ വളരെ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതല്ല. പക്ഷെ എന്നാലും 1-2 ചോദ്യങ്ങളൊക്കെ വല്ലപ്പോഴും കടന്നു വരുന്ന ഒരു ഏരിയ ആണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തത്, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇതെല്ലാം SCRT ആണ് കേട്ടോ. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ വിപണനവുമായിട്ടാണ്. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി വിപണനവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഇത് SCRT ആണ്. ചോദിക്കാം, വലിയ പ്രാധാന്യമല്ല, ചോദിക്കാം. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് അത് ചൈനയിലാണ്. എവിടെയാണ്? ചൈന. നമ്മുടെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളും അണക്കെട്ടുകളൊക്കെ പഠിച്ചു വെക്കണം. ഇതിൻ്റെ കൂടെ ചോദിക്കാൻ സാധ്യത അതാണ് ഏറ്റവും കൂടുതൽ. വല്ലപ്പോഴും ഇങ്ങനത്തെ 1-2 ചോദ്യങ്ങൾ വല്ലപ്പോഴും കടന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും അണക്കെട്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ പ്രാധാന്യത്തോടെ അത് പഠിച്ചു വെക്കുക. ഇനി 5, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം എന്ന് പറയുന്നത്? അത് പരിസ്ഥിതിയാണ്. ഏതാണ്? പരിസ്ഥിതി. അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതിയാണ്. നമ്മുടെ SCRTയിൽ നമുക്ക് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത് 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? അത് മിതാലി രാജാണ്. നമ്മുടെ കായികവുമായി ബന്ധപ്പെട്ടാണ്. മിതാലി രാജിന് വനിതാ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം, ചോദിക്കും. ഇവ പലപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. മിതാലി രാജൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ ഇനിയും വരാം, ഓർത്ത് അത് പഠിച്ചു വെക്കുക. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? അത് ദാമോദർ മൗസോ ആണ്. 2021 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ജ്ഞാനപീഠം കൃത്യമായി പഠിച്ചു വെക്കുക. കിട്ടിയ മലയാളികൾ പഠിച്ചു വെക്കുക. ആദ്യം അവർക്ക് ഏതെങ്കിലും നോവലുകളൊക്കെ ആണെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജ്ഞാനപീഠവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. ജ്ഞാനപീഠം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, പഠിച്ചു വെക്കുക. അടുത്ത്, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? അത് മീററ്റിലാണ്. 1857 കലാപം ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1ാം സ്വാതന്ത്ര്യ സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ചോദ്യങ്ങൾ നമുക്ക് എല്ലാ പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ചോദ്യങ്ങൾ ഇവിടുന്ന് വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി 1857 പഠിച്ച് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം? എപ്പോഴാണ് ശാസ്ത്രദിനം? ഫെബ്രുവരി 28 ഫെബ്രുവരി 28. CV രാമൻ്റെ ഒക്കെ ആ ഒരു ഇതാണ്. എത്രയാണ്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം പഠിച്ചു വെച്ച ദിനങ്ങൾ എന്താണ്? ഈ അടുത്ത് വീണ്ടും PSCകളിൽ ചോദിച്ചു വരുന്ന ഒന്നാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. പ്രത്യേകിച്ചും ഏതാണ്? നമ്മളെ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിനങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത്, ഏതു വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്?
അത് 2021. 2021 അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഠിച്ചു വെക്കണം അതായത് ഇതല്ല യുഎന്നിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങൾ പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ആണ് ചോദിക്കും. അടുത്തത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. ഇതിൽ ശരിയല്ലാത്തത് നോക്കാം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു. റാറ്റ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. ഉത്തരം ഡി ആണ്. ഓക്കെ, ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഓപ്ഷൻ സി ബ്രസീലാണ്. 4 ഓപ്ഷനാണ്. ബ്രസീലാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, ഇങ്ങനെ വിസ്തൃതിയും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇന്ത്യ ബേസിക് എന്ന രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. 13. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അത് ഓപ്ഷൻ ബി ആനമുടിയാണ്. ഇവിടെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് ആനമുടിയാണ്. തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയും ഉത്തരമഹാസമതലവും ഒക്കെ ഉത്തരപർവ്വത മേഖലയൊക്കെ എന്താണ് തീർച്ചയായും പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. ചോദ്യങ്ങൾ ഒരുപാട് 1 2 ഒക്കെ ചോദിക്കുന്ന ഏരിയയാണ്. ഉറപ്പായിട്ടും പാഠഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം ഇത് SCRT ഉൾപ്പെടെയുള്ള ഏരിയയാണ്. അടുത്തിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ശുദ്ധജല തടാകമല്ലാത്തത്, ഇത് അല്ലാത്തത് സമ്പാർ തടാകമാണ്. സമ്പാർ തടാകം. അപ്പോൾ ഈ തടാകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടതും കേരളവുമായി ബന്ധപ്പെട്ടതും പഠിച്ചു വെച്ചിട്ട് ഇരിക്കണം. ഓക്കെ. അടുത്തത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ നമുക്കറിയാം ഏതാണ്? നർമ്മദയാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. ഇപ്പോൾ നദികളും അണക്കെട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. നദികളും അണക്കെട്ടുകളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട നദികൾ എടുക്കുക, നദികളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് എന്നെല്ലാം പഠിച്ചു വെക്കുക. അടുത്തത് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ജർമ്മനി റൂർക്കേലയാണ്. റൂർക്കേല. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇത് നമ്മുടെ SCRT തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? കോർബ എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലാണ്. കോർബ കൽക്കരിപ്പാടം ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഈ കൽക്കരി പാടങ്ങളൊന്ന് എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ഇപ്പോൾ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകം നമ്മുടെ ഇതിൽ തന്നിരിക്കുന്നതാണ്. അടുത്ത 18 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാ 10th പ്രിലിംസും LGS പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യം ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ടത്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇവിടെ ദേശീയ ജലപാത 2 ആണ്. ഏതാണ്? സാദിയ ദുബ്രി എന്നിവയാണ് ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. SCRTയിലെ പോയിന്റ് ആണ്. SCRT പഠിച്ചാൽ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഇതെല്ലാം SCRT ആണ്. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. നറോറ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ആണവോർജ്ജ നിലയങ്ങൾ, കൽക്കരി പാടങ്ങൾ പോലെ തന്നെ ആണവോർജ്ജ നിലയങ്ങളും വളരെ പ്രാധാന്യത്തോടെ പഠിച്ചു വെക്കണം. ഓക്കെ. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ്. ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലാണ് രചിച്ചത്, ഓർത്തേക്കുക. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ പക്ഷികൾ, പതാകകളെല്ലാം ചോദിക്കും. അപ്പോൾ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് ജനഗണമന ചോദിച്ചിട്ടുണ്ട്. അടുത്തതും അതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതത്തെക്കുറിച്ചാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്രയുടെ ഏത് കൃതിയിൽ നിന്നെടുത്താണ്? ഏതാണ്? ആനന്ദ മഠമാണ്. അതായത് വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ആനന്ദമഠമാണ്. സന്യാസി കലാപം പ്രമേയമാക്കിയാണ് ആനന്ദമഠം രചിച്ചിരിക്കുന്നത്. കൃത്യമായി പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശം ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഉത്തരം ന്യായവാദാർഹമല്ല എന്നതാണ് തെറ്റ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം, കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്നിവയൊക്കെ കൃത്യമായി പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം 2005. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് തന്നെ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോവാൻ.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ആള്, ഏറ്റവും ആദ്യത്തെ ആള്. ആസ്ഥാനങ്ങൾ കാര്യങ്ങളൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക. അടുത്ത ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിർത്താണ്? സോവിയറ്റ് യൂണിയൻ ആണ്. മൗലിക കടമകൾ എടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് മൗലിക കടമകൾ നമ്മൾ പറഞ്ഞു. അടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ 32 മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു വെക്കുക. ആത്മാവും ഹൃദയവും അങ്ങനെ വിശേഷിപ്പിച്ചതൊക്കെ എന്താണ്? ആർട്ടിക്കിൾ 32 ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇനി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് പലപ്പോഴും പലതവണ വന്നിട്ടുള്ള ചോദ്യം ഒരേ ഓപ്ഷൻ തന്നെ ആയിരിക്കും. അതിൽ ഏതാണ് ഉൾപ്പെടാത്തത്? സ്വത്തവകാശമാണ്. ബാക്കി സമത്വത്തിലുള്ളതും സ്വാതന്ത്ര്യത്തിലുള്ളതും സ്വതന്ത്ര അവകാശം എന്താണ്? മൗലികാവകാശങ്ങളാണ്. സ്വത്തവകാശ നിലവിൽ മൗലികാവകാശങ്ങളുള്ള നിയമപരമായ അവകാശമാണ്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്, അതായത് ദേശീയ പതാക അംഗീകരിച്ച 1947 ജൂലൈ 22. വളരെ ഇമ്പോർട്ടൻ്റ് ആയി എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നത് തന്നെയാണ്. കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ. അടുത്തത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം, അത് സംവാദ് കൗമുദിയാണ്. സംവാദ് കൗമുദി SCRT ആണ്. ഇതൊക്കെ SCRTയിലുള്ള പോയിന്റ്സ് ആണ്. അതായത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സംവാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത, അത് മാഡം ബിക്കാജി കാമയാണ്. അതായത് ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ 1907 ഇന്റർനാഷണൽ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയത് മാഡം ബിക്കാജി കാമ. SCRT ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇത് കുമാരഗുരുദേവനാണ്. കുമാരഗുരുദേവൻ. ഓക്കെ. പൊയ്കയിൽ ലോകൻ എന്ന കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഇമ്പോർട്ടൻ്റ് ആണ്. നവോത്ഥാനവുമാണ്. SCRT ആണ്. അടുത്തത് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ദാദാഭായ് നവറോജി. SCRT ആണ്. നമ്മൾ സ്ഥിരം പണ്ട് കാലങ്ങളിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൺ. അതായത് സ്വതന്ത്ര ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന SCRT. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? തിരുവിതാംകൂർ സർവകലാശാല. ഒന്നും ചോദിക്കാനുള്ള, കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേളപ്പൻ. കേരള ഗാന്ധി കേളപ്പൻ. ബേസ് SCRT ആണ് അതൊക്കെ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. SCRT ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം, അത് ഇടനാടാണ്. ഏതാണ്? ഇടനാട്. ഇമ്പോർട്ടൻ്റ് ആണ്. SCRT ആണ്. ഇതെല്ലാം SCRT ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. SCRT ആണ്. നമ്മളെ പലപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഏറ്റവും വലുത് ശാസ്താംകോട്ട തടാകമാണ്. നമ്മുടെ കായലുകളും ശുദ്ധജല തടാകവും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. 3 ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നത് വേമ്പനാട്ട് കായലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല, ഈ കാണുമ്പോൾ നമുക്ക് റെയിൽവേ ഇല്ലാത്ത, പത്തനംതിട്ടയിൽ നമ്മൾ റെയിൽവേ ഇല്ലാന്ന് വരിക്കും, പക്ഷേ തിരുവല്ല അവിടെയാണ്. അതുകൊണ്ട് അവിടെയുണ്ട്. മലപ്പുറമുണ്ട്, പിന്നെ പാലക്കാടുണ്ട്, വയനാടാണ് ഇല്ലാത്തത്. അപ്പോൾ വയനാടാണ് ഉത്തരം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം, ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. എവിടെയാണ്? ചെമ്പഴന്തി. SCRT ആണ്. കേരളത്തിലെ ദേശീയ ജലപാത നാഷണൽ വാട്ടർവേസ് 3 2 തവണ ദേശീയ ജലപാത 2 ചോദിച്ചിട്ടുണ്ട്, 3 ചോദിച്ചിട്ടുണ്ട്. ഇത് എല്ലാം SCRT ആണ്. ഈ പറയുന്ന മുഴുവൻ SCRT ആണ്. അടുത്ത 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു നോക്കണം. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, അത് മന്നത്ത് പത്മനാഭനാണ്. സവർണജാഥ മന്നത്ത് പത്മനാഭൻ. അതായത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി പഠിച്ചു വെക്കുക. ഇതെല്ലാം SCRT ആണ്. SCRTയിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് കാണുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, പാലിയം സത്യാഗ്രഹം, അഞ്ചുതെങ്ങ് കലാപം എന്നിങ്ങനെ കുറേ ലിസ്റ്റുകളുണ്ട്. അത് ഏത് വർഷമാണെന്ന്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നടന്ന സംഭവങ്ങളെ കാലക്രമത്തിൽ പിന്നെന്താണ്ട് കാലഗണനാക്രമത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ വർഷങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. അതിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും പഠിച്ചു വെക്കുക. SCRT ആണ്. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം,
അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഗാന്ധിജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC-യിൽ. ഇപ്പം അടുത്ത പരീക്ഷകളിലെല്ലാം ഗാന്ധിജി ചോദിച്ചിട്ടുണ്ട്. അതായത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട 2 ചാപ്റ്ററാണ് SCRT-യിലുള്ളത്. ആ രണ്ടും കൃത്യമായി പഠിച്ച ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? എവിടെയാണ്? ലാഹോർ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? SCRT-യിൽ തന്നെയാണ്. ഇതെല്ലാം SCRT പോയിന്റ് ആണ്. പിന്നെ ലാഹോറുമായി ബന്ധപ്പെട്ട കുറച്ചധികം പോയിന്റുകൾ കണ്ടെത്തി പഠിക്കാൻ വേണ്ടി നോക്കണം. അടുത്ത് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാത ബാലഗംഗാധര തിലകൻ. ലോകമാന്യ ബാലഗംഗാധര തിലകനാണ്. SCRT ആണ്. എല്ലാവരെയും പഠിച്ചു വെച്ചേക്കുക. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറച്ചധികം പഠിച്ചു വെച്ചേക്കുക. അടുത്ത് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. അതാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. SCRT കൃത്യമായിട്ട് ബോക്സിൽ അല്ലെങ്കിൽ നമുക്ക് ഇതായിട്ട് തന്നിട്ടുണ്ട്. എല്ലാം SCRT ആണ്. SCRT-യിലെ പോയിന്റ് തന്നെയാണ്. പഠിച്ചേക്കണം. അത് ഇനിയും ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1957-ലാണ്. 57-ലാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. SCRT ആണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ അത് ജസ്റ്റിസ് ഫസൽ അലിയാണ്. SCRT ആണ്. ഉറപ്പിച്ചു പറഞ്ഞ SCRT ആണ്. അടുത്ത വീണ്ടും 1957 സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? മീററ്റ്. ഇതേ ചോദ്യം തന്നെ വീണ്ടും മുൻപ് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. കേരളത്തിന്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്നത് ഓണമാണ്. കേരളത്തിന്റെ ദേശീയോത്സവം ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. SCRT-യും കൂടിയാണ്. SCRT-യിൽ വളരെ വ്യക്തമായി പുതിയതിലും പഴയതിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരിക സഹചരി വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണ പിള്ളയാണ്. ഇതും എന്താണ്? SCRT-യിലെ ബോക്സിൽ തന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഏറ്റവും വലുതാണ് ഇടുക്കി. ഏറ്റവും ബേസായുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ആരാണ്? അയ്യങ്കാളി. SCRT പോയിന്റ് ആണ്. അല്ലാത്ത പോയിന്റുകളും കൂടി കണ്ടെത്തി പഠിച്ചേക്കണം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം 1861. SCRT-യിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ബേപ്പൂർ തിരൂർ എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പഠിച്ചേക്കുക. അടുത്തത് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി പയ്യന്നൂർ. SCRT. ഇതെല്ലാം SCRT പോയിന്റ്സ് ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെ തിരഞ്ഞെടുക്കുക? വായുവിലൂടെ 1ഉം 3ഉമാണ്. 1ഉം 3ഉം ക്ഷയവും ചിക്കൻ പോക്സുമാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ആഹാര വസ്തുക്കൾ കടിച്ചു കയറാൻ സഹായിക്കുന്ന പല്ല് അതാണ് കോമ്പല്ല്. SCRT ആണ് ഇതെല്ലാം. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് അത് ഭൂമികയാണ്. ഭൂമിക നമ്മൾ കേരള സർക്കാർ പദ്ധതികൾ പ്രത്യേകിച്ച് പഠിക്കുക. പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം, SCST-യുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം, സ്കൂളുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് പ്രാധാന്യം എന്നിവ വെച്ച് പഠിക്കണം. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെടുന്നു? വൈറ്റമിൻ C ആണ് സ്കർവി. വൈറ്റമിൻ C ആണ് സ്കർവി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പ്ലാസ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതാണ്? അത് 2ഉം 4ഉമാണ്. 2ഉം 4 അനാമികയും അർക്കയും. ബാക്കി പവിത്രയും ഹ്രസ്വയും നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു അതാണ് ആന്തോസയാനിൻ. SCRT ആണ്. ആന്തോസയാനിൻ. അടുത്തത് എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാരാണ്? ആനന്ദ് മോഹൻ ചക്രവർത്തി. SCRT വളരെ ഇമ്പോർട്ടൻ്റ്. SCRT കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ്. വീണ്ടും SCRT ആണ്. എല്ലാതെയും ഈ പ്രധാനപ്പെട്ട തോട്ടവിള ഗവേഷണ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് അത് 84-ലാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഇതാണ്. ഓക്കെ. അടുത്തത് 72. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നതാണ്. ഇതും SCRT ആണ്. റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളാണ് ഏത്? ലാന്തനോയിഡുകൾ. SCRT ആണ്. ഘനജലത്തിന്റെ രാസസൂത്രം ഏതാണ്? അത് D2O ആണ്. D2O ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്ന് പറയുന്നത് D2 ആണ്. ഇതും SCRT ആണ്. ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ക്ലോറോഫെനിക്കോൾ എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 76-ാമത്തെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്
സംവഹനം, അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനം, SRT. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? മണ്ണെണ്ണയാണ്, മണ്ണെണ്ണ, SRT. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? മംഗൾയാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദൗത്യങ്ങൾ ആദിത്യയും ചന്ദ്രയാനും ചൊവ്വയും മംഗൾയാനും ഒക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതായത് ചൊവ്വയാത്രയാണ് മംഗൾയാൻ, അതൊക്കെ പഠിച്ചു വെക്കുക. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് എന്ത് ചെയ്യുന്നു? വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഭ്രമണം. ഇത്രയാണ് 80 ചോദ്യങ്ങളാണ് GK യുമായി ബന്ധപ്പെട്ട്. ഭൂരിഭാഗവും എന്താണ്? SRT ആണ്. വിട്ടുപോയ അക്കം കണ്ടെത്തുക എന്നുള്ളതാണ്. 81ൻ്റെത് 16 ഉത്തരം. ഓക്കെ. 82 എന്താ? 50 - 15 ഹരിക്കണം 3 × 10 + 27 എത്രയാണ് ഉത്തരം എന്നാണ്. ഉത്തരം 27 ആണ്. 5/4 × 5/3 / 5/7 എത്രയാണ്? 0 ആണ് ഉത്തരം. 2/10 കൊണ്ട് എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? 2/10. 3x = 729 അയാൾ 3x - 1 എത്രയാണ്? 243 ആണ്. അടുത്ത A/B = 2:5, B/C = 4:3 അയാൾ A/B/C എത്രയാണ്? അത് 8:20:15 ആണ്. ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അത് 36 cm² ആണ്. 35, 28, x 42. ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില അത് 43 ആണ്. 1 2/3 + 2 1/2 + 3 1/3 എത്രയാണ്? അത് 7 1/2 ആണ്. ഒറ്റയാനെ കണ്ടെത്തുക എന്ന ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതും. അയാൾ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അത് 16 പേരാണുള്ളത്. ഒരാൾ A എന്ന സ്ഥലത്ത് നിന്ന് 25 മീറ്റർ മുന്നോട്ട് നടന്നു, ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്നു, സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്ന് വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. അയാൾ ഇപ്പോൾ Aയിൽ നിന്ന് എത്ര അകലെയാണ്? അത് 45 മീറ്റർ ആണ്. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ച ആയാൽ 2020 മാർച്ച് 1-ാം തീയതി ദിവസമാണ്, ഞായറാഴ്ചയാണ്. എയും ബിയും ഒറ്റസംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ടസംഖ്യ ആകുന്നത് A + B ആണ്. ഇതിൻ്റെ ഉത്തരമെങ്കിൽ എത്ര എന്നാണ് ഉത്തരം? ഉത്തരം 774 ആണ്. ചതുരാകൃതിയുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്രയാണ്? അത് 160 മീറ്റർ ആണ്. ഒരു ക്ലോക്കിലെ സമയം 9 മണി ആയാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രി. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്ക് വിറ്റു. എങ്കിൽ വിറ്റ വില എത്രയാണ്? 1725 രൂപ. ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു. എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 62.5 കിലോമീറ്റർ ആണ്. നാഗ്പൂർ എന്നതിനെ OBHQVS എന്ന് പ്രതിനിധീകരിച്ചാൽ MVD LOPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? ഉത്തരം ലക്നൗ ആണ്. ഉത്തരം ലക്നൗ. ഇത്തരത്തിലുള്ള 100 ചോദ്യങ്ങളാണ് നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയിൽ വരുന്നത്. ആ സിലബസിനനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് ഇത്. കൃത്യമായി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ഇതിനനുസരിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുക. മാത്സിൻ്റെ കൂടുതൽ വർക്കൗട്ട് ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്